ഹലോ, ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്നത്തെ നമുക്കൊരു അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഫേസ് പാക്ക് തന്നെയാണ്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. ഞാൻ അങ്ങനെ പറയാൻ കാരണം നമുക്ക് എല്ലാ പാക്കുകളും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്കിന്നുകാർക്കും ഉപയോഗിക്കാനായിട്ട് പറ്റും. നമുക്ക് ഇതിൽ ചിലവർക്ക് തൈര് പറ്റില്ല, പാല് പറ്റില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവില്ലേ. ചിലർക്ക് അതിൻ്റെ സ്മെല്ല് പറ്റില്ല. പാല് ഒക്കെ ആക്കി കഴിഞ്ഞ് തൈരൊക്കെ ആക്കി കഴിഞ്ഞാൽ കുരു വരും, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. നമുക്ക് ഇത്തിരി കാപ്പിപ്പൊടിയുടെ ആവശ്യമുണ്ട്. അത് ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി തന്നെ വേണം, നൈസ് കാപ്പിപ്പൊടി തന്നെ വേണം കേട്ടോ. എന്നാലാണ് നമ്മൾ വിചാരിച്ച പോലെ മുഖത്ത് നല്ല സ്മൂത്തായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. സ്ക്രബിങ് ഒന്നല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ഒന്നല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ്. ഇവിടെ ഞാൻ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയാണ് കേട്ടോ. ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് പൊട്ടിച്ചത് ഇവിടെ ഇരിക്കണ്ടായിരുന്നു. നമ്മൾ മുന്നേ ഒരു പാക്ക് ആക്കി കഴിഞ്ഞിട്ട് നമ്മളതിങ്ങനെ ചൂടാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പാക്കറ്റ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഒരാഴ്ചയായിട്ടും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കണം. അപ്പോൾ ഒരു പാക്കറ്റിൻ്റെ പകുതിയോളം ഇട്ടാൽ മതിയാവും. ഇനിയിപ്പോൾ കഴുത്തിലേക്കും കൈമലിക്കൊക്കെ ഇടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഇത് തന്നെ ഇട്ടു കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത്, അല്ലെങ്കിലും നിങ്ങൾ മുഖത്തേക്ക് കഴുത്തിലേക്ക് മസ്റ്റായിട്ട് ഇടണം. കയ്യുമ്മ ഇട്ടില്ലെങ്കിലും മുഖത്തേക്കും കഴുത്തിലേക്കും മസ്റ്റായിട്ട് ഇടണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലോട്ട് 1 ടീസ്പൂണോളം തേൻ വേണം. തേൻ്റെ ഗുണങ്ങളൊക്കെ അറിയാമല്ലോ. നല്ലൊരു മോയ്സ്ചറൈസും കൂടാണ്. പിന്നെ നമുക്ക് നിറം വയ്ക്കാനും എല്ലാത്തിനും നല്ലതാണ്. കാപ്പിപ്പൊടിയും നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിന് ഉപയോഗിക്കുന്ന ഐറ്റംസിൽ പെട്ടതാണല്ലോ. അപ്പോൾ അതും വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് റോസ് വാട്ടർ. ഇത് ബഞ്ചാരസിൻ്റെ റോസ് വാട്ടറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് റോസ് വാട്ടറിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുക. ഇത് നമുക്ക് സ്റ്റേഷനറി കടയിലും സൂപ്പർ മാർക്കറ്റിലും മെഡിക്കൽ ഷോപ്പിലും എല്ലാം ഇവിടെ ചോദിച്ചാലും കിട്ടും കേട്ടോ. റോസ് വാട്ടർ ഒഴിച്ചിട്ട് നമ്മളിത് ഒരു ക്രീം പരുവത്തിലേക്ക് ആവണ വരയ്ക്കുള്ള നോക്കിയിട്ട് ഒഴിക്കുക. അപ്പോൾ ആദ്യം ഇത്തിരി ഒഴിച്ചാൽ മതി. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അലോവേരയുടെ ജെല്ലാണ് കേട്ടോ. അലോവേരയുടെ ജെല്ലാണ്. ഒരു ക്രീമി ടെക്സ്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ടും മുഖത്ത് നല്ല സ്മൂത്തായിട്ട് ഇരിക്കാനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇതാ അലോവേര ജെല്ല് നമുക്ക് മുഖത്തിന് നല്ലൊരു ജലാംശം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റണ ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് തനിയെ തേക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക, ഏതെങ്കിലും മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കൂടുതലും വൈറ്റ് കളറുള്ള അലോവേര ജെല്ലാട്ടോ ഉപയോഗിക്കാറ്. ഇതിപ്പോൾ നിങ്ങൾ എടുത്തിട്ട് ബാക്കി വന്നാൽ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യണം. ഇതിപ്പോൾ ഇത്തിരി ലൂസിലിടുന്നതുകൊണ്ട് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. മുഖത്ത് ഒലിക്കാൻ പാടില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ കുറച്ചേശം ഇട്ട് നമ്മളൊന്ന് സെറ്റാക്കി എടുത്താൽ മതിയേ. ഇച്ചിരിയും കൂടി അലോവേരയുടെ ജെല്ല് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മുഖത്തും കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കാം. നല്ല സ്മൂത്തായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു മസാജ് കൊടുക്കാൻ എളുപ്പമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു മസാജ് കൊടുക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ മുഖത്തുണ്ടെന്നൊന്നും പുറത്തുള്ളവരൊന്നും അറിയാനും പോലും. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ കഷ്ടകാലത്തിന് ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരും അല്ലേ. പിന്നെ അത് നമ്മൾ മുഖത്ത് മാച്ചിട്ട് വേണം അവരുടെ അടുത്തേക്ക് പോകണമെങ്കിൽ.
ഇത് നമ്മുടെ കണ്ണിൻ്റെ ചുറ്റൊക്കെ നല്ല രീതിക്ക് ഇതേപോലെ മസാജ് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ താഴെ വരുന്ന ചെറിയ ചെറിയ തടിപ്പുകളൊക്കെ നമുക്കുള്ള ഡെയിലി മസാജിലൂടെ പോവും. അത് ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ ഡെയിലി ചെയ്യണമെന്ന് മാത്രം. നമ്മളിവിടെ വൈകുന്നേരങ്ങളിൽ തേക്കാനുള്ള ക്രീം കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ടല്ലേ. അതൊക്കെ തേച്ച് കഴിഞ്ഞ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി കിട്ടും. ഇതിപ്പോൾ ഇത് മുഖത്തിട്ടിട്ട് അങ്ങനെ കിടക്കൊന്നും വേണ്ട. ഇത് മുഖത്ത് ഇട്ട് ഒരു 10-20 മിനിറ്റോ അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്ക് കഴുകിക്കളയാം. മുഖം വലിയണമെന്ന് കണ്ടു കഴിഞ്ഞാൽ കഴുകിക്കളയാം കേട്ടോ. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളിട്ട് ഒരു മസാജ് കൊടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി മുഖത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ നമ്മൾ ഇടുന്നത് നല്ല പോലെ അബ്സർവ് ആയിട്ട് പോയി. കുറച്ച് നേരം ഉറങ്ങിയിട്ട് പാക്കിട്ടതാണ് മുഖത്തിരി ഇങ്ങനെ വീർത്തിട്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ നല്ല രീതിയിലേക്ക് മസാജ് കൊടുക്കുമ്പോൾ മുഖം ഇങ്ങനെ ഒരു നേരിയ ചൂട് പോലെയൊക്കെ നമുക്ക് അനുഭവപ്പെടും കേട്ടോ. കൈ നമ്മുടെ ചൂടാവുന്നതനുസരിച്ചേ. ഇതിപ്പോൾ നമുക്ക് മുഖത്തേക്ക് സെറ്റാവും. അതുപോലെ തന്നെ കഴുത്തിലിട്ട് നമ്മുടെ കഴുത്തിലുണ്ടാവണ കരിവാളിപ്പൊക്കെ പോകാനായിട്ട് നല്ലതാണ്. ഇടയ്ക്ക് നിങ്ങളൊരു സ്ക്രബിങ് കൊടുക്കണം കേട്ടോ. ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ കൊടുത്താൽ മതിയേ. ശരിക്കും നമുക്ക് ഈ ഭാഗത്തേക്കൊക്കെ നല്ല രീതിയിൽ ചുളിച്ചൽ വരും. പോരാത്തന്നെ നമ്മൾ വണ്ണം വെച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ക്ഷീണിക്കുമ്പോൾ ശരിക്കും ആ സ്കിന്നിങ്ങനെ ചുളിഞ്ഞു വരും. അത് പേടിക്കൊന്നും വേണ്ട. അത് മസാജ് ചെയ്ത് 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 സെറ്റാവും കേട്ടോ. അപ്പോൾ നമ്മളൊരു പ്രാവശ്യം ആക്കി ഇങ്ങനെ മുഖത്തൊക്കെ പിടിപ്പിച്ചതിന് ശേഷം കുറച്ചും കൂടി എടുത്തിട്ട് മുഖത്ത് ഇതേപോലെ ചെയ്ത് കൊടുക്കുക, ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയാം. അപ്പോൾ കഴുകിക്കളയുമ്പോൾ ഓയിൽ സ്കിന്നാണെങ്കിൽ അവർ നേരിയ ചൂടുവെള്ളം കൊണ്ട് കഴുകിക്കളയാം. മറ്റുള്ള ഡ്രൈ സ്കിന്നും മറ്റേ നോർമൽ സ്കിന്നുകാരാണെങ്കിൽ സാധാ പച്ചവെള്ളം കൊണ്ട് കഴുകിക്കളയാം. അതാണ് നമ്മൾ ഈ ഒരു പാക്കിൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. വളരെ തിളച്ച വെള്ളമൊന്നുമല്ല, നേരിയ ചൂടുവെള്ളം കൊണ്ട് മുഖം ക്ലിയർ ആക്കാം കേട്ടോ. അതായത് ഓട്ടോമാറ്റിക്കായി അവരുടെ മുഖം ഓയിലിയാണ്. പിന്നെ നമ്മളിതിൽ തേനും അലോവേരയുടെ ജെല്ലും കൂടി ആകുമ്പോഴേ പിന്നെ ആ ഒരു ഓയിലിൻ്റെ ഒരു മുഖം ഇങ്ങനെ ഓയിൽ പോലെ ഇരിക്കും. ശരിക്കും അവരുടെ സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ ഓയിൽ കിട്ടും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരുടെ സ്കിന്നിലേക്ക് വേഗം പൊടി പടലങ്ങളൊക്കെ വരാനായിട്ട്. പിന്നെ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഓപ്പൺ പോർട്സൊക്കെ തുറന്ന് റെഡിയാവും. നമ്മുടെ സ്കിന്ന് അടിപൊളി സെറ്റാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ലൈവിൽ വന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യണവർക്കും ഒത്തിരി 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 നന്ദി. ഞാൻ ഇത്രയ്ക്കൊന്നും വ്യൂസ് കിട്ടുന്നതെന്ന് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ലൈവിലൊക്കെ വന്നിട്ട് നമുക്ക് അത്യാവശ്യം നല്ല വ്യൂസൊക്കെ ഉണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എന്നാലും നമ്മുടെ വീഡിയോ കാത്തിരിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമുക്ക് വീഡിയോ പാക്കിൻ്റെ വീഡിയോ വെറൈറ്റി നോക്കി നിൽക്കണം. അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള വീഡിയോസൊക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവർ നമുക്ക് വേണമല്ലോ. അവരാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. ലൈവ് ഞാൻ ചുമ്മാ ഇട്ട് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ കേട്ടോ. ഇത് കണ്ടപ്പോൾ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ ഒരു നേരിയത് പോലെ അങ്ങനെ തോന്നുള്ളൂ. ആ കാപ്പിപ്പൊടിയുടെ ഒരു നേരിയൊരു കളർ മാത്രമേ തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മുഖത്തൊക്കെ ഇട്ട് സെറ്റാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.